രണ്ടു മക്കളും കുടുംബസമേതം വിദേശത്ത്. സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക ചുറ്റുപാട്. കണ്ണൂർ കല്ലാളത്തെ പ്രേമരാജനും ഭാര്യ ശ്രീലേഖയും നാട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം പ്രിയപ്പെട്ടവരായിരുന്നു. പിന്നെ എന്തായിരിക്കും ആ വൃദ്ധദമ്പതികളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഭാര്യയെ കൊന്ന ശേഷം പ്രേമരാജൻ ജീവനൊടുക്കിയതിൽ ഇപ്പോഴും പല ദുരൂഹതയുമുണ്ട്. ബഹ്റിനിലായിരുന്ന ഇളയ മകൻ ഷിബിൻ നാട്ടിലെത്തുന്നതിന് തൊട്ട് മുൻപുണ്ടായ കൂട്ടമരണം നാട്ടുകാരിലും നടുക്കമുണ്ടാക്കിയിരിക്കുന്നു. ഭാര്യയെ കൊന്ന ശേഷം പ്രേമരാജൻ ജീവനൊടുക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഏവരോടും സൗമ്യമായി പെരുമാറിയിരുന്ന പ്രേമരാജൻ ശ്രീലേഖ ദമ്പതികളുടെ മരണത്തിന്റെ നടുക്കത്തിലാണ് അലവിൽ ഗ്രാമം. ബഹ്റിനിലായിരുന്ന മകൻ ഷിബിനെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കാറെടുക്കാനായി സമീപവാസിയായ സരോഷ് വൈകിട്ട് 5 മണിയോടെ പ്രേമരാജന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത്. പലതവണ വിളിച്ചിട്ടും വാതിൽ തുറക്കുകയോ ഫോൺ എടുക്കുകയോ ചെയ്യാതിരുന്നതോടെ ഇയാൾ സമീപവാസികളെ കൂട്ടി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം വാതിൽ ചവിട്ടി തുറന്നപ്പോൾ വീടിനുള്ളിൽ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇരുനില വീട്ടിലെ താഴത്തെ കിടപ്പുമുറിയിൽ കട്ടിലിന് താഴെ തറയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പൊള്ളലേറ്റ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ശ്രീലേഖയുടെ തല തകർന്ന് രക്തം വാർന്നൊഴുകിയ നിലയിലായിരുന്നു. കിടക്കയിൽ നിന്നും ചുറ്റികയും കണ്ടെടുത്തു. മുറിയിൽ മണ്ണെണ്ണ ഗന്ധമുണ്ടായിരുന്നു. സമീപത്ത് ഗ്യാസ് സിലിണ്ടറും കണ്ടെത്തി. ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രേമരാജൻ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഇരുവരുടെയും മൂത്ത മകൻ പ്രഭിത് പ്രേമരാജ് അടുത്തിടെയാണ് നാട്ടിൽ വന്ന് തിരിച്ചു പോയത്. സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഇരുവരുടെയും ദുരൂഹത നിറഞ്ഞ മരണം ബന്ധുക്കൾക്കും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. മകനെയും കുടുംബത്തെയും വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ 2 ദിവസം മുൻപാണ് ഇവർ സരോഷിനെ പറഞ്ഞേൽപ്പിച്ചത്. മന്ത്രി AK ശശീന്ദ്രന്റെ സഹോദരിയുടെ മകളാണ് ശ്രീലേഖ. കണ്ണൂർ ഹോട്ടൽ സവോയിലെ മുൻ മാനേജറായിരുന്നു പ്രേമരാജൻ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം സംബന്ധിച്ച അന്തിമ തീരുമാനത്തിൽ എത്താനാകുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കണ്ണൂർ.